അവളോട് ക്ഷമിക്ക്, അവളെ അങ്ങ് സ്നേഹിക്ക്. ഞങ്ങൾ പറഞ്ഞു, മകളെ നീ വിഷമിക്കണ്ട, യേശുവിൻ്റെ നാമത്തിൽ നിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്നു. ഇത് പറഞ്ഞതോടെ ഞങ്ങളിൽ നിന്ന് സ്നേഹം ഒഴുകാൻ തുടങ്ങി. ഇവള് കിടന്ന് ചീറ്റിപ്പാഞ്ഞ് ബഹളുണ്ടാക്കിയിരുന്ന ഇവള് അങ്ങ് ഭയങ്കരമായിട്ട് കൂൾ ഡൗണായി, ശാന്തമായി. ശരിക്കും നമുക്ക് മനസ്സിലായി ഡെലിവറൻസ് നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവിടെ നമ്മൾ എന്ത് ചെയ്തു? പിശാചിനോട് പോകാൻ പറഞ്ഞോ? ഇല്ല. എന്ത് ചെയ്തു? സ്നേഹിക്കുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അതൊരു ഇന്നും ഒരിക്കലും മറക്കാത്ത ഒരു സീനായിരുന്നു. ഈ ചേട്ടന്മാരൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു അവളോട്. സിസ്റ്ററിൻ്റെ കൈ കയറി കടിച്ച പിന്നെ ദേഷ്യം ഉണ്ടാവാതിരിക്കും എന്നുള്ള മാതിരിയാണ്. അങ്ങനെയുള്ളവർ ദേഷ്യപ്പെടേണ്ടെന്നുള്ള മാതിരിയാണ് അവരുടെ ചിന്ത. ഇല്ല, ക്ഷമിക്ക്, സ്നേഹിക്ക്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങളവിടെ നിന്നിട്ട് അവളോട് സ്നേഹത്തിൽ പറഞ്ഞു, നീ വിഷമിക്കണ്ട മോളെ, നിന്നെ ഞങ്ങളെല്ലാം സ്നേഹിക്കണോ, ഈശോ നിന്നെ സ്നേഹിക്കണോ. അവൾ ഭയങ്കര പശ്ചാത്താപത്തിലേക്കും ഭയങ്കര നോർമലായിട്ട് സിസ്റ്ററെ എന്നോട് ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു. ഞങ്ങൾ ആ മുറി തുറന്നു, അവളുടെ കെട്ടൊക്കെ കഴിച്ചു, അവൾ ശാന്തമായി പോയി. ഡെലിവറൻസ് നടന്നു. അപ്പോൾ ഇതാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഡെലിവറൻസ് മെത്തേഡ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഓരോടത്തും ഒരു ഡെലിവറൻസ് ഇല്ല. ഒറ്റ സ്ഥലത്തും ഒരധ്യായത്തിലും ഒരു പിശാചിനെ ഓടിക്കുന്ന ഇല്ല അവിടെ. എന്നാൽ മർക്കോസിലൊക്കെ മത്തായി, മർക്കോസ്, ലൂക്കിലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ ജ്ഞാനത്തിലൂടെ മനസ്സിലാക്കണം പിശാചിൻ്റെ ശക്തി എന്താണ്, ദൈവത്തിൻ്റെ ശക്തി എന്താണ്. കാറ്റഗിസം 395 പറയുകയാണ്, എങ്കിലും പിശാചിന്റെ ശക്തി അനന്തമല്ല, അവൻ ഒരു സൃഷ്ടി മാത്രമാണ്. പൂർണ്ണമായ അരൂപി എന്ന നിലയിൽ അവൻ ശക്തനാണെങ്കിലും അവൻ ഇന്നും ഒരു സൃഷ്ടിയാണ്. ദൈവരാജ്യത്തിന്റെ നിർമ്മിതി തടയാൻ അവൻ ശക്തനല്ല. ദൈവത്തോടും യേശുക്രിസ്തുവിൽ സാക്ഷാത്കൃതമാകുന്ന ദൈവരാജ്യത്തോടും തികഞ്ഞ വിദ്വേഷത്തോടെ പിശാച് ഈ ലോകത്തിൽ പ്രവർത്തിച്ചേക്കാം. അവൻ്റെ പ്രവർത്തനം ഓരോ മനുഷ്യനും സമൂഹത്തിനും ആത്മീയവും പരോക്ഷവുമായി ശാരീരികമായി പോലുമുള്ള ഗൗരവതരമായ ഉപദ്രവങ്ങൾ വരുത്തിവെക്കുന്നതും ആകാം. എന്നാലും അതൊന്നും വിജയിക്കില്ല. എന്നാലും പിശാചിനെ അവൻ്റെ ദുഷ്പ്രവർത്തനത്തിന് അനുവദിക്കാറുണ്ട്. ദൈവം അനുവദിക്കുന്നത് എന്തിനാണ്? ദൈവത്തിൻ്റെ ശക്തി അതിൻ്റെ മേലുള്ളത് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. ഉദാഹരണത്തിന് പൂർവ്വ ഔസേപ്പ്, അതായത് പഴയ നിയമത്തിൽ ജോസഫിനെ അവൻ്റെ സഹോദരന്മാർ അടിച്ച് കിണറ്റിലിട്ട് കൊല്ലാൻ പോയി. എന്തോ ഒരു തിന്മയാണ് അവരോട് ചെയ്തതില്ലേ. അവസാനം സ്വന്തം സഹോദരനെ വിറ്റു ഈജിപ്തിലെ അടിമയായിട്ട്. അങ്ങനെ ജോസഫ് ഈജിപ്തിൽ വന്നു. അവിടെ വന്നപ്പോൾ പൊന്തിഫറിൻ്റെ ഭാര്യയുടെ കേസിൽ വീണ്ടും അവനെ ജയിലിലിട്ടു. അങ്ങനെ ജയിലിൽ കിടക്കുമ്പോൾ ഞാൻ പറയാറുള്ളത് ഇങ്ങനെയാണ്, ജയിലിൽ കിടക്കണമെന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഒരു കോവേന്തയിൽ വന്ന മാതിരിയായി, കന്യാസ്ത്രീ മഠത്തിൽ വന്ന മാതിരിയായി, മിണ്ടാമഠത്തിൽ കയറ്റിയ മാതിരി ജോസഫിനെ അതിൻ്റെ അകത്ത് കയറ്റിയിട്ടു ഇല്ലേ. എനിവേ, ഈ ജോസഫ് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ കൊണ്ട് നിറഞ്ഞു. ദർശനം വ്യാഖ്യാനിക്കാനുള്ള വരം, സ്വപ്നം വ്യാഖ്യാനിക്കാനുള്ള വരം, നമുക്കറിയാം ബാക്കി കാര്യം. അങ്ങനെ ഈ ജോസഫ് അവിടെ വലിയ ജ്ഞാനിയായി. ജ്ഞാനത്തിൻ്റെ ടോപ്പിക്ക് പോയിട്ടില്ല ഏതായാലും ഇല്ലേ. പ്രൈസ് ദി ലോർഡ്. ഫറവോ ഈ ജോസഫിൻ്റെ ജ്ഞാനം കണ്ടിട്ട് പറഞ്ഞു, ഇതുപോലെ ജ്ഞാനിയായ ഒരു വ്യക്തി നമ്മുടെ ഈ രാജ്യത്തുണ്ടോ? ഇല്ല. അതുകൊണ്ട് എൻ്റെ മുദ്രമോതിരം ഇവനെ ഞാൻ അണിയിച്ച് ഇവനെ ഇന്ന് മുതൽ ഈ രാജ്യത്തിൻ്റെ സ്ഥാനപതിയാക്കുന്നു, പ്രൈം മിനിസ്റ്റർ. ഒറ്റ കാര്യം എന്താ? ജ്ഞാനമാണ്. രാവിലെ തടവറയിൽ കിടന്ന ആൾ വൈകുന്നേരം പ്രൈം മിനിസ്റ്റർ ആയിരിക്കണം. ആർക്കെങ്കിലും പ്രമോഷൻ വേണമെന്നുണ്ടെങ്കിൽ നോക്കിക്കോ.
ആർക്കെങ്കിലും സുപ്പീരിയർ ആകണമെന്നുണ്ടെങ്കിൽ നോക്കിക്കോ. ആർക്കെങ്കിലും പ്രൊവിൻഷ്യലോ മദർ ജനറലൊക്കെ ആകണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ചാൻസാണ്. ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. ഇതുപോലെ ജ്ഞാനിയായിട്ടുള്ള ഒരു സിസ്റ്റർ നമ്മുടെ കോൺഗ്രിഗേഷനിലില്ല, അതുകൊണ്ട് അവളെ നമുക്ക് മദർ ജനറലാക്കാം എന്ന പോലെ ഫറവോ ജോസഫിനെ ജനറലാക്കി. ജോസഫ് ഇനി ഈജിപ്തിലെ ജനറൽ ഓവറിൻ ആയി. അത് കഴിഞ്ഞപ്പോൾ ക്ഷാമകാലമുണ്ടായ, നല്ല കാലമുണ്ടായി. ആ സമയത്ത് ധാന്യം ശേഖരിച്ചു. ക്ഷാമകാലം വന്നപ്പോൾ ഇതാ തന്നെ പീഡിപ്പിച്ച തൻ്റെ സഹോദരന്മാർ ഭിക്ഷപാത്രവുമായിട്ട് വന്നിരിക്കുകയാണ്. വളരെ വികാരനിർഭരമായ ഒരു ഭാഗമാണ് അത് വായിക്കുമ്പോൾ, ഇല്ലേ? ഞാനിപ്പോഴും അത് വായിക്കുമ്പോൾ അൺകൺട്രോളബിളായിട്ട് ഉള്ളൊരവസ്ഥയാണ്. എന്ന പോലെ തന്നെ ജോസഫ് കരഞ്ഞു. അവസാനം, ടു മേക്ക് ദ സ്റ്റോറി ഷോർട്ട്, ജോസഫ് അവരോട് കാര്യം തുറന്നു പറഞ്ഞു. അവരങ്ങ് അന്തം വിട്ടുപോയോ. എന്തോരു അവരോട് പറയാണ്, നിങ്ങൾ ഈജിപ്തുകാർക്ക് വിറ്റ നിങ്ങളുടെ സഹോദരൻ ജോസഫാണ് ഞാൻ. ഇവരെല്ലാം ഭയന്നു. ഇവര് ഭയന്ന് ഇവര് നിശ്ചയായി, ഇനി ഞങ്ങളെ വെച്ചുകൊണ്ടിരിക്കില്ല, ഇവൻ ഞങ്ങളെ തട്ടും. ഇവരാണെങ്കിൽ ഇവിടുത്തെ പരമാധികാരി. ഇവരെ തട്ടാൻ ആരോടെങ്കിലും ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഭയന്ന് വിറച്ചവർ. ജോസഫ് പറഞ്ഞു, ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട. ഇനി പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ എന്നോട് ചെയ്ത തിന്മ ദൈവം നന്മയാക്കി മാറ്റി. പ്രൈസ് ദ ലോർഡ്. ഒന്ന് പറഞ്ഞെല്ലാവരും, നിങ്ങൾ എന്നോട് ചെയ്ത തിന്മ ദൈവം നന്മയാക്കി മാറ്റി. നിങ്ങളെല്ലാവരെയും ലോകം മുഴുവനെയും രക്ഷിക്കാൻ വേണ്ടി എന്നെ മുൻകൂട്ടി അയക്കാൻ വേണ്ടിയാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ദൈവത്തെ സംബന്ധിച്ച് ഈ പിശാചിൻ്റെ പ്രവർത്തനമൊക്കെ വലിയൊരു കാര്യമൊന്നുമല്ല. ദൈവത്തിന് പിശാചിൻ്റെ പ്രവർത്തനത്തിൽ നിന്നും നന്മയുണ്ടാക്കാം. പിശാച് ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി മാത്രമായതുകൊണ്ട് ദൈവം അറിയാതെ പിശാചിന് അനങ്ങാൻ പറ്റില്ല. ദൈവം അറിയാതെ പിശാചിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് സംഭവിക്കുന്നത് സർവാധിപനാം കർത്താവ് അറിഞ്ഞുകൊണ്ടാണ്. വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നുവോ? ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. ഇതാണ് ആദ്യം ഉണ്ടാകേണ്ട ഒരു ജ്ഞാനം. എന്താ നമ്മൾ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കിയേക്കണത്? ഹീ ഈസ് ദ ലോർഡ്. സർവാധിപനും പരമാധികാരിയും സൃഷ്ടാവും സർവശക്തനും ആയ കർത്താവ് അറിയാതെ ഈ ഭൂമിയിൽ ഒരു ഇല അനങ്ങോ? അപ്പോൾ പിശാചിൻ്റെ പ്രവർത്തനങ്ങളെ ഇപ്പോൾ CCCയിൽ കണ്ടു. ഇത് ദൈവം അനുവദിക്കുന്നത് വലിയ ഒരു രഹസ്യമാണ്. അതിൻ്റെ ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. പിശാചിനെ കൊണ്ടായിരിക്കില്ലേ ഈ ജോസഫിനെ ഇതേമാതിരി ചെയ്യിച്ചത്. എന്നാൽ അത് ദൈവം അനുവദിച്ചതാണ്. അങ്ങനെയേ ജോസഫിനെ ഇവിടെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇതെല്ലാം പറയുന്നത് ജ്ഞാനത്തിൻ്റെ സബ്ജക്റ്റുമായിട്ടാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനം നമുക്കുണ്ടാകുമ്പോൾ പിശാചിൻ്റെ പ്രവർത്തനത്തിനെ അനുവദിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയെ നമുക്ക് മനസ്സിലാവും. പിശാചിൻ്റെ പ്രവർത്തനത്തെ ദൈവം അനുവദിക്കുന്നത് കൊണ്ടാണ് പിശാച് പ്രവർത്തിക്കുന്നത്. മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ ഒപ്പോസിഷൻ പാർട്ടിയും റൂളിംഗ് പാർട്ടിയും. നമ്മുടെ ഇവിടെ ഗവൺമെൻറ് നോക്ക്, ഗവൺമെൻറ്റിന് ഒരു റൂളിംഗ് പാർട്ടിയുണ്ട്, ഒപ്പോസിഷൻ പാർട്ടിയുമുണ്ട്. ഈ ഒപ്പോസിഷൻ പാർട്ടി റൂളിംഗ് പാർട്ടി കൊണ്ടുവരുന്ന എല്ലാ പ്രസ്ഥാനത്തിനും എതിര് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ പറഞ്ഞു അയച്ചുകൊണ്ട് റൂളിംഗ് പാർട്ടിയല്ലേ കാര്യം നടത്തണേ.
എന്നാൽ ഓപ്പോസിഷൻ പാർട്ടീനെ മാറ്റാൻ പറ്റുമോ? മാറ്റുന്നില്ല, അത് നിൽക്കട്ടെ അവിടെ. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. കണ്ടോ, അവൻ കള വിതച്ചുവിട്ട് കടന്നു കളഞ്ഞ് രാത്രി. യജമാനെ, ഞങ്ങളത് പറിച്ചു കളയട്ടെ. വേണ്ട, ഇപ്പം നിങ്ങളത് പറിക്കണ്ട. ഇപ്പം നിങ്ങളത് പറിക്കാൻ ആ പാടത്തിറങ്ങിയാൽ എങ്ങാനും നിങ്ങളുടെ കാലുകൊണ്ട് ആ നല്ല ചെടികൾക്ക് ദൂഷ്യമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് രണ്ടും വളർന്നോട്ടെ. ഞാൻ അവസാന സമയത്ത് ആദ്യം കളകളെ പറിച്ച് കളഞ്ഞോളാം, എന്നിട്ട് നല്ലത്. കണ്ടോ, അത് വളർന്നോട്ടെ. ഒരിക്കലൊരു സ്പിരിച്വൽ ഡയറക്ടർ സെമിനാരിയിൽ പറയായിരുന്നു, ഈ സെമിനാരിയിൽ 300ഓളം കുട്ടികളുണ്ട്. ഈ 300ഓളം കുട്ടികളിൽ കള പറിക്കാൻ പോകുകയാണെങ്കിൽ ഇവിടെ ബാക്കി എത്ര പേരുണ്ടാവും? അത് വളർന്നോട്ടെ. ഇങ്ങനൊരു മനോഭാവം നമുക്കുണ്ടോ? അത് വളർന്നോട്ടെ. കാരണം കർത്താവല്ലേ നമ്മുടെ കൂടെ ഉള്ളത്. കളകൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവമേ, ഞാനിതെല്ലാം പറഞ്ഞത് ശരിയാണോ? കുഴപ്പമില്ലല്ലോ. ജ്ഞാനത്തെക്കുറിച്ചുള്ള ടോപ്പിക്കാണ്. വീണ്ടും പറയാണ്, ഇപ്പോഴും നമുക്ക് സംശയമാണ്. അപ്പോൾ ഈ യേശുവിനെ തന്നെ പിശാച് പരീക്ഷിച്ചിട്ടുണ്ടല്ലോ, ഇല്ലേ? ഇപ്പം ചിലവർ പറയും, പിന്നെ പിശാചിന് ഭയങ്കര ശക്തിയാണ് കേട്ടോ, യേശുവിനെ പോലും പിശാച് വിട്ടിട്ടില്ല, പിന്നെയാണോ നമ്മളെ? ശരിയല്ലേ? അപ്പം എന്താണ് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്? ചോദ്യം ചോദിച്ചോട്ടെ. ഓക്കെ, ഏതായാലും ഒരു പ്രാവശ്യം നമ്മൾ ചോദ്യം പാസ്സായല്ലോ. യേശു പിശാചിൻ്റെ അടുത്ത് ചെന്നോ, പിശാച് യേശുവിൻ്റെ അടുത്ത് ചെന്നോ? മരുഭൂമിയിലെ പരീക്ഷയിൽ പിശാച് യേശുവിൻ്റെ അടുത്ത് ചെന്നോ, യേശു പിശാചിൻ്റെ അടുത്ത് ചെന്നോ? പിശാച് യേശുവിൻ്റെ അടുത്ത് ചെന്നു, അല്ലേ? പിശാച് യേശുവിൻ്റെ അടുത്ത് ചെന്നു. ഒന്ന് വായിച്ചു നോക്കിയേ. മത്തായി വെരി ഗുഡ്. ഒരു കൈയടി കൊടുത്ത ആ കൊച്ചു സിസ്റ്റർ. അപ്പോൾ ആരെവിടെ ചെന്നു? ആരാണ്? അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിൽ, യേശുവിനെ പരിശുദ്ധാത്മാവ് പിശാചിൻ്റെ അടുത്തേക്ക് വിട്ടേക്കണം. അതെന്താ? അവർ തമ്മിൽ വല്ല വഴക്കടിച്ചോ? യേശുവിനെ ആത്മാവ് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് മരുഭൂമിയിലേക്ക് അയച്ചു. ഒന്നുകൂടി വായിച്ചു നോക്കിയേ, ശരിയാണോ? അത് അങ്ങനെ തന്നെയല്ലേ? ഒന്നെല്ലാവരും വായിച്ചേ, ശബ്ദമുയർത്തി വായിച്ചേ. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. ഇപ്പം എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? എന്തിനാണ് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്. യേശു തൻ്റെ സുവിശേഷ ദൗത്യത്തിൻ്റെ ആരംഭം കുറിക്കുകയാണ്. യേശു ആത്മാവിനാൽ നിറഞ്ഞവനായിട്ട് ജോർദാനിൽ നിന്ന് വന്നിരിക്കുന്നു. മാമോദീസ കഴിഞ്ഞിട്ട് 3-ാം അധ്യായത്തിൽ മാമോദീസ, 4-ാം അധ്യായത്തിൽ മരുഭൂമി. യേശു എന്തിനാണ് പരസ്യപ്രഘോഷണം ആരംഭിച്ചത് തന്നെ? യേശുവിൻ്റെ ദൗത്യം എന്താണ്? പിശാചിൻ്റെ പ്രവർത്തനത്തെ നശിപ്പിക്കുക എന്നതാണ് യേശുവിൻ്റെ ദൗത്യം. പിശാചിൻ്റെ പ്രവർത്തനത്തെ നശിപ്പിക്കുക. അതുകൊണ്ടാണ് യേശു ദൗത്യം ആരംഭിച്ചപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പറയാണ്, നീ വന്നു കഴിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നീ എന്തിനു വന്നോ അത് ആദ്യം അങ്ങ് തുടങ്ങുക. നീ എന്തിനാ വന്നേ? പിശാചിൻ്റെ ശക്തിയെ നശിപ്പിക്കാൻ. ഇതാ പിശാചുക്കളെല്ലാം ആ മരുഭൂമിയിൽ ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്, അങ്ങോട്ട് പോയിക്കോ. അവരെ വേഗം ഒന്ന് ശരിയാക്കുക. ഏതുപോലെ ഒന്ന് കൈവീശി കാണിച്ച്. നല്ല അറ്റ്മോസ്ഫിയറാണ്, ചൂടില്ല, ഉറങ്ങാൻ പറ്റിയ സമയം. ഭാരതത്തിന് അണുബോംബ് കണ്ടുപിടിച്ചു. ഭാരതം അണുബോംബ് കണ്ടുപിടിച്ചു, ആറ്റമിക് ബോംബ് കണ്ടുപിടിച്ചു. ഈ ആറ്റമിക് ബോംബ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അത് ഗോഡൗണിൽ വെച്ചതുകൊണ്ട് കാര്യമുണ്ടോ?
ഞങ്ങളുടെ അടുത്ത് ആറ്റമിക് ബോംബുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ? എങ്ങനെയാണ് നമ്മളൊരു ആറ്റമിക് പവർ രാജ്യമായി മാറുന്നത്? അത് മരുഭൂമിയിൽ കൊണ്ടുപോയി പരീക്ഷിച്ചപ്പോഴാണ്. ആ വാക്ക് തന്നെയല്ലേ ഉപയോഗിക്കണേ? പരീക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അതവിടെ സ്ഫോടനം നടത്തി ലോകം മുഴുവനും കണ്ടു. അപ്പോൾ ഈ ബോംബ് അവിടെ കൊണ്ടുപോയി വെച്ച് ഇന്ന സമയത്ത് ഇതാ ഭാരതം ഇന്ന സമയത്ത് അണുബോംബ് ആറ്റമിക് ബോംബ് പരീക്ഷിക്കുമെന്ന് നേരത്തെ ന്യൂസ് കൊടുത്ത ഉടനെ എല്ലാ ശത്രു രാജ്യങ്ങളും സൂക്ഷിച്ച് വീക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ സമയമായി. കൗണ്ട് ഡൗൺ. ഇതാ ഇനി 3 മിനിറ്റ്, 2 മിനിറ്റ്, 1 മിനിറ്റ്, ആറ്റമിക് ബോംബ് പൊട്ടി. ഭയങ്കര തീജ്വാല ഉയർന്നു. ഇപ്പൊ ശത്രു രാജ്യങ്ങളെല്ലാം പതുക്കനെ തലകുനിച്ച് പുറകോട്ട് പോയി. ഭാരതീയർക്കെല്ലാം പ്രൈസ് ദ ലോർഡ്, ഇപ്പം നമ്മളൊരു ശക്തിയായി എന്ന പോലെ തന്നെയാണ് ഈ മരുഭൂമിയിൽ സംഭവിച്ചത്. യേശു 40 ദിവസം ഉപവസിച്ചുകൊണ്ട് ബോംബ് തയ്യാറാക്കിയിരിക്കുകയാണ് ഇവിടെ. ദൈവരാജ്യത്തിൻ്റെ ഒരു പുത്തൻ ബോംബ്. എന്താണ് ഈ ബോംബിൻ്റെ പ്രത്യേകത? ഇത് അന്ധകാരത്തിൻ്റെ പൈശാചിക ശക്തികളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അത് നശിപ്പിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. വാടാ, നീ വാ. അപ്പോൾ ഉടനെ പിശാചും പാർട്ടികളെല്ലാം കൂടി ചെന്നിട്ട് നീ വലിയ ദൈവപുത്രനാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഈ ഉപവസിച്ചിരിക്കേണ്ട വല്ല കാര്യമുണ്ട്? നിനക്ക് ഈ കല്ലിനോട് അപ്പമാകാൻ പറഞ്ഞ ആവൂലേ? ആദ്യത്തെ പരീക്ഷണം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ലടാ ജീവിക്കണേ, ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന വചനം കൊണ്ടാണ്. പിശാച് ഓടിപ്പോയി അവിടെ. എന്ന പോലെ മൂന്നാമത്തെ പരീക്ഷണവും കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ഇപ്പോഴും പറയും അവിടെ എഴുതിയേക്കണം നിശ്ചയകാലത്തേക്ക് വിട്ടുപോയി എന്നാണല്ലോ എന്നാണ്. അപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. കർത്താവ് ചോദിച്ച വന്നത് പിശാചിനെ പരാജയപ്പെടുത്താനാണ്. എന്താ നിശ്ചയകാലത്തേക്ക് വിട്ടുപോയി? പിശാചിനെ പരാജയപ്പെടുത്തുന്നതിൻ്റെ ആരംഭം കുറിച്ചു. എന്നാൽ പൂർണ്ണമായിട്ട് പിശാചിനെ പരാജയപ്പെടുത്തുന്നത് എവിടെ വെച്ചാണ്? എവിടെയാണ്? കുരിശിലാണ്. അതാണ് പൂർണ്ണമായി പിശാചിനെ പരാജയപ്പെടുത്തുന്നത്. കുരിശിലും ഉത്ഥാനത്തിലുമാണ്. ഈ കുരിശിൽ യേശു പിശാചിനെ പരാജയപ്പെടുത്തി എന്നതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ വലിയ സത്യം. അപ്പോൾ അതൊരു ഹിസ്റ്റോറിക്കൽ എവൻ്റാണത്. അതാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വിശ്വാസികൾക്ക് വേണ്ടിയുള്ളൊരു സുവിശേഷമായതുകൊണ്ട്. അപ്പോൾ മത്തായി, മർക്കോസ്, ലൂക്കിൻ്റെ സുവിശേഷ കാലഘട്ടത്തിൽ പിശാചിനെ ഒഴിവാക്കിയ സംഭവങ്ങളെല്ലാം ഈ കുരിശിൽ പിശാചിനെ പരാജയപ്പെടുത്തുന്നതിൻ്റെ ഒരു മുൻകൂർ മാത്രമാണത്. കുരിശിൽ പിശാചിനെ പരാജയപ്പെടുത്തി കഴിഞ്ഞു. കുരിശിനാൽ അവൻ ലോകത്തെ വീണ്ടെടുത്തു. കുരിശിനാൽ അവൻ പിശാചിനെ പരാജയപ്പെടുത്തി, പിശാചിനെ നശിപ്പിച്ചു കുരിശിലൂടെ. ഇത് വിശ്വസിക്കുന്നുവോ? അപ്പോൾ പിന്നെ ഇപ്പം എന്തുകൊണ്ടാണ് പിശാച് ഇങ്ങനെ നടക്കണേ? നമ്മൾ വിശ്വസിക്കാത്തതുകൊണ്ട്. നമ്മൾ ഒരുപാട് ബന്ധന പ്രാർത്ഥന ഒന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല വാസ്തവത്തിൽ. എന്നാൽ ആവശ്യമുണ്ട്. വിശ്വസിക്കാത്തവർക്ക് ഇതൊക്കെ ആവശ്യമുണ്ട്. എനിക്ക് ആവശ്യമില്ല. കാരണം എൻ്റെ കൂടെ ആരുണ്ട്? കർത്താവുണ്ട്. ഏത് കർത്താവുണ്ട്? കുരിശിൽ പിശാചിനെ നശിപ്പിച്ച കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്. നിങ്ങളുടെ കൂടെ ഉണ്ടോ? ഉണ്ട്. ആ കർത്താവ് പിശാചിനെ നശിപ്പിച്ചോ?
നശിപ്പിച്ചുവോ? ഇതൊന്നും നിങ്ങൾ പറയാത്ത എന്താ? വിശ്വസിക്കൂ. അതാണ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം. യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? യേശുക്രിസ്തു ലോകം മുഴുവന് വേണ്ടി എന്ത് ചെയ്തു? യേശുക്രിസ്തു ആദ്യം തന്നെ പിശാചിനെ നശിപ്പിച്ചു. അപ്പോൾ ഇപ്പം പിന്നെ പിശാച് എന്തുകൊണ്ടാണ് ഇവിടെ ഉള്ളത്? ഇപ്പോഴും പിശാച് തോറ്റ പാർട്ടിയാണ്. തോറ്റ പാർട്ടി ഇവിടെ ഉണ്ട്, ഒപ്പോസിഷൻ പാർട്ടിയാണ്. തോറ്റ പാർട്ടി ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, അവരോട് എൻ്റെ പേര് പറഞ്ഞാൽ മതി, അവർ പോയിക്കോളും. എൻ്റെ പേര് പറഞ്ഞാൽ മതി, അവർ പോയിക്കോളും. കാരണം അവർ തോറ്റ പാർട്ടിയാണ്. അവർ തോറ്റു. ആ രാജ്യത്തുകാരെന്നാലും ഇവിടെയൊക്കെ കറങ്ങി നടക്കുന്നുണ്ട്. അവരിവിടെ വലിയ ആളായിട്ട് നടക്കുകയാണ്. പക്ഷേ വിശ്വാസമുള്ള ആൾക്കാർ, അവൻ തോറ്റ പാർട്ടിയാണ്, അവൻ പോയിക്കോളും. കർത്താവ് ഈശോ മിശിഹായുടെ പേരിൽ നീ പോ, ശരി പോയിക്കോളാം, പോവും. മറിച്ച് പിശാച് ഭയങ്കര ശക്തിയാണ് കേട്ടോ, സൂക്ഷിക്കണം സിസ്റ്ററെ. അപ്പം അവൻ വലിയ ആളായി. നമ്മളെ വലിയ ആളായിട്ട് സിസ്റ്റർമാർ പരിഗണിച്ചേക്കാൻ കേട്ടോ. അതുകൊണ്ട് അവൻ നിങ്ങളുടെ വീട്ടിൽ കയറിക്കൂടും. ഈ തമിഴിലൊരു ചൊല്ലുണ്ടെന്നാണ് അച്ഛന്മാർ പറയാറുള്ളത്. തമിഴിൽ അച്ഛന്മാരെ ധ്യാനിപ്പിച്ചപ്പോൾ പറയാണ്, വീട്ടുക്ക് ഒരു പെയ്, മടത്തുക്ക് ഓട്ടുക്ക് ഒരു പെയ് എന്ന് പറഞ്ഞാൽ സാധാരണ വീട്ടിലൊരു പിശാചുണ്ടാവും. ക്ഷമിക്കണോട്ട്, അവിടുത്തെ ഒരു തമാശയാണ്. മടത്തിൻ്റെ ഓരോ ഓടിനും ഒരു പിശാചുണ്ടെന്ന് തമാശ പറയണതാ, അച്ഛന്മാർ തമാശ പറയണതാ. വീട്ടുക്ക് ഒരു പെയ്, മടത്തുക്ക് ഓട്ടുക്ക് ഓരോ പെയ്. അപ്പോൾ ഈ പിശാച് നമ്മളുടെ വീട്ടിലൊക്കെ ഉണ്ടാകുക. അവരോട് പറയും, നിങ്ങൾ തോറ്റ പാർട്ടിയാണ്, നിങ്ങൾ അവിടെ ഓരോരുത്തർ ഇരുന്നു, ഒരു കുഴപ്പമില്ല. ഞങ്ങളുടെ കൂടെ ആരുണ്ട്? ജയിച്ച പാർട്ടി. ആരാണ് ജയിച്ച പാർട്ടി? കർത്താവ് ഈശോ മിശിഹാ. ഇത് നമ്മൾ വിശ്വസിച്ചാൽ മതി. ഞാനൊരിക്കൽ എപ്പോഴും ഈ ക്ലാസ്സിൽ പറയണൊരു കാര്യമാണ്. ജർമ്മനിയിൽ നടന്നൊരു സംഭവമാണ്. ഒരു മലയാളി അച്ഛനാണ് എന്നെ ധ്യാനത്തിന് ക്ഷണിച്ചു. അവരുടെ ഇടവക വികാരി മലയാളി അച്ഛനാണ്. അതുകൊണ്ട് ഞാൻ ആ ഫ്രീഡത്തിൽ എപ്പോൾ വേണമെങ്കിലും ചെന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. ജർമ്മൻകാരാണെങ്കിൽ നമ്മൾ സമയത്തിന് ചെല്ലണമല്ലോ. നമ്മുടെ മലയാളി അച്ഛനല്ലേ. ഞാൻ രാത്രിയായി ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഞാൻ റൂമുകളൊക്കെ ആളുകൾക്ക് കൊടുത്തു. ഇവിടെ കുറച്ച് പേർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, അതൊക്കെ ഓരോരുത്തർ കൊടുത്തു. അപ്പം നിനക്ക് താമസിക്കാനായിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് താമസിക്കാൻ വേറെ സൗകര്യമൊന്നും വേണ്ട. നമ്മൾ ഇന്ത്യക്കാരൻ മലയാളി, നമ്മളവിടെ ആ ലിവിങ് റൂമിൽ സോഫയിൽ കിടന്നാലും കുഴപ്പമൊന്നുമില്ല ഇല്ലേ? പറഞ്ഞു, ഇല്ല അത് പറഞ്ഞാൽ പറ്റില്ല, നീ ധ്യാനഗുരുവാണ്, അതുകൊണ്ട് നിനക്കൊരു റൂം തരണ്ടേ. ഒരു റൂം ഇവിടെ ഉണ്ട്, പക്ഷെ അതിൽ പാതിരാത്രിക്കൊരു പിശാച് വരും. ഒരു മുറി ഇവിടെ ഉണ്ട്, പാതിരാത്രിക്ക് അതിലൊരു പിശാച് വരും. അതുകൊണ്ട് അതിൽ കിടക്കണ ഒരു പാതിരാത്രിയാകുമ്പോൾ ഓടി വരും, പുറത്ത് ചാടും ഭയങ്കര ബഹളമായിട്ട്. ഞാൻ പറഞ്ഞ്, എന്താണ് വികാരിയച്ഛനാണോ? വികാരിയച്ഛൻ്റെ അരമനയിൽ പിശാചോ? വികാരിയച്ഛൻ്റെ ഭവനത്തിൽ പിശാചോ? എന്തായി പറയണേ? എന്നാൽ അച്ചോ, ഇന്ന് ആ പിശാചിൻ്റെ അവസാനമാണ്, അതുകൊണ്ട് ആ മുറി തന്നെ എന്നെ കിടത്തുന്നു. തോമസ് പോളെ, അത് വേണോ? അതിനു വേണ്ടിയാണ് ഞാൻ വന്നേക്കണത് ഇവിടെ. തീർച്ചയായിട്ടും ഒരു കുഴപ്പമില്ല. അച്ഛൻ എന്തീ പറയണത്? നമ്മുടെ കൂടെയുള്ളവൻ ആരാ? സർവാധിപനായ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ഈ പിശാചിനെ പേടിക്കേണ്ട എന്ത് കാര്യം? അതുകൊണ്ട് ഇന്ന് ഞാൻ ആ മുറിയിൽ തന്നെ കിടക്കുകയും ചെയ്യും, ആ പിശാചിനെ ഇന്നത്തെ കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ഞാൻ പോയി കിടന്നുറങ്ങി സുഖമായിട്ട്. എന്നെ ഒരു പിശാചും തൊടാൻ വന്നില്ല. എന്തുകൊണ്ട് വന്നില്ല? എൻ്റെ വിശ്വാസം അതാണ്. പിശാചിന് എന്നെ എങ്ങനെ തൊടാൻ പറ്റും? എൻ്റെ ഉള്ളിലുള്ളത് ആരാ? സർവാധിപനായ കർത്താവാണെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ലൈറ്റ് തെളിയണമാതിരി അങ്ങ് പ്രകാശിക്കുകയാണ്. ഇങ്ങനെ ലൈറ്റ് പ്രകാശിക്കുമ്പോൾ അന്ധകാരത്തിന് അടുത്ത് വരാൻ പറ്റുമോ? പ്രൈസ് ദ ലോർഡ്. അതാണ് വിശ്വാസം. നിങ്ങൾ പ്രകാശിച്ച് നിൽക്കുമ്പോൾ ഈ ലൈറ്റിൽ നിന്ന് ഇപ്പം അന്ധകാരം വരുമോ? അതാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. ക്രിസ്ത്യാനി എന്ന് പറയുന്നത് യേശുവിൻ്റെ പ്രകാശമാണവൻ. അവനിൽ നിന്ന് ഒരിക്കലും അന്ധകാരം വരില്ല.
നമ്മൾ ഈ ആൾക്കാരൊക്കെ അവരിത്തിരി വഴക്കടിക്കുന്ന കാണുമ്പോഴേക്കും അയ്യോ അവൻ്റെ പിശാചുണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മളുടെ അന്ധവിശ്വാസമാണത്. അവരിച്ചിരി ബലഹീനതകളും കഷ്ടതകളൊക്കെ ഉണ്ട്, അത് പിശാചിൻ്റെ അല്ല, അത് ദൈവം അനുവദിക്കുന്ന ബലഹീനതകളാണ്. അതിന് ബന്ധന പ്രാർത്ഥന ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യണം? അവനെ അങ്ങ് സ്നേഹിക്കണം, അവളെ അങ്ങ് സ്നേഹിക്കണം. ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ 5 സിസ്റ്റർ ഉണ്ടെങ്കിൽ അത് പിശാചാണ് കേട്ടോ ഒരിക്കലും പറയരുത്. അവർ കർത്താവിൻ്റെ മണവാട്ടിയാണ്. എന്നാൽ ഇച്ചിരി ദേഷ്യമൊക്കെ ഉണ്ട്, ഇച്ചിരി ദേഷ്യപ്പെടും, ഇച്ചിരി വാശി വൈരാഗ്യം, ചിലപ്പോൾ കസേരയൊക്കെ എടുത്ത് വലിച്ചെറിയും, ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ അവൾ കർത്താവിൻ്റെ അഭിഷിക്തയാണ്. കർത്താവ് അവളിലുണ്ട്. ജ്ഞാനസ്നാനത്തിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ വിജയശ്രീലാളിതനായ കർത്താവ് അവളിലുണ്ട്. പക്ഷേ എന്നിരുന്നാലും അവളിൽ ദൈവം അനുവദിക്കുന്ന ചില ബലഹീനതകളും എല്ലാം ഉണ്ടാകും. അത് നമ്മൾ വളർത്താൻ വേണ്ടിയിട്ടാണത്. അവരെ അങ്ങ് സ്നേഹിച്ചാൽ മതി. ഇതാണ് ദൈവരാജ്യത്തിൻ്റെ അവസ്ഥ. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്നും ആ വചനം ഒരുവിധം ശരിയായെന്ന് തോന്നുന്നു ഇല്ലേ? ഇപ്പോൾ ഇതെല്ലാം പറഞ്ഞത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകാതെ ദൈവശക്തിയാകാനാണ്. ദൈവശക്തിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഫരിസേയരോട് പറഞ്ഞില്ലേ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്? ദൈവത്തിന്റെ വചനം, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ദൈവജ്ഞാനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇത് കൂടുതൽ മനസ്സിലാവും. നമുക്കൊന്ന് സ്തുതിച്ച് ഒന്നും കൂടി ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണമേ. പരിശുദ്ധാത്മാവേ, ഒന്ന് ശരിക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചോ. നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചോ, കരമുയർത്തി പ്രാർത്ഥിച്ചോ. പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണമേ. എല്ലാവരും ജ്ഞാനം നൽകണമേ. ദൈവിക ജ്ഞാനം ഞങ്ങളിൽ തുറക്കണമേ. ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധി ഞങ്ങളിൽ തുറക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ഉച്ചത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. അനിത ശല ഹലബല ഹലബല. എല്ലാവരും ഓക്കെ, സ്തുതിച്ച് പ്രാർത്ഥിച്ചോ. അച്ഛൻ ഈശോനെ എഴുന്നള്ളിച്ച് വയ്ക്കാൻ വരാം. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ ആരാധനയിൽ എല്ലാവരും ശബ്ദമുയർത്തി സ്തുതിച്ച് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കണ്ടിന്യൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണമേ. എല്ലാവരും ദാഹത്തോടെ ജ്ഞാനം നൽകണമേ. ശല ഹലബല ഹലബല. ജ്ഞാനം നൽകണമേ. എഴുന്നള്ളുന്നു മുട്ടുകുത്തി